ഹായ്, ഗുഡ് മോർണിംഗ്. ചിലപ്പം ഞാനിന്നൊരു മിനി സൺഡേ വ്ളോഗ് എടുക്കാൻ സാധ്യത ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ ചുമ്മാ ചെയ്ത് വയ്ക്കാം. ചിലപ്പോൾ എടുക്കത്തുണ്ടാവത്തുള്ളൂ. എന്നാലും ഈ ചെടി കണ്ടോ, ഇത് പണ്ട് ഓണക്കോന്ന് ഞങ്ങളുടെ അളിയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു പ്രോഗ്രസ് ഒക്കെ പായി തുടങ്ങിയത്. ശരിക്കും ഈ ചെടി ഇങ്ങനെയല്ല, ഇതിലും ഭയങ്കര തിക്കായിട്ട് വളരും. പക്ഷേങ്കിൽ ഇവിടെ ഇത്രേ വളർന്നുള്ളൂ. അവിടുന്ന് കൊണ്ടുപോയ എല്ലാവരുടെയും വീട്ടിൽ ഇത് ഭയങ്കര നല്ലോണം വളർന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയും, ഇതിവിടെ കൊണ്ടുവന്നിട്ട് 3 വർഷമായി എന്നിട്ട് ഇത് വളരുന്നില്ലല്ലോ. ഇപ്പോഴാണ് ഇതിൻ്റെ ഇത്രയും ഒരു ഗ്രോത്ത് ആയത്. അങ്ങനെ അപ്പം ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ, ഇന്നിവിടെ കൂത്താളപ്പള്ളിയിൽ മുത്തോലപ്പള്ളിയിലൊക്കെ പെരുന്നാൾ നടക്കുന്ന ദിവസമാണ്. അങ്ങനെ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, ഒരു സൺഡേ വ്ളോഗ് എന്ന നിലയിൽ മാത്രമൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസമല്ലേ. അപ്പോൾ എങ്ങനെ എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ എന്നല്ല, എന്തെങ്കിലും രസമായിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഷോ യു ഓൾ. അങ്ങനെ വെളിയിലിറങ്ങിയ സ്ഥിതിക്ക് കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മാത്രം രണ്ടിൽ തേങ്ങ എങ്ങനെ ഒറ്റയടിക്ക് പൊട്ടിക്കാന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ തേങ്ങ പൊട്ടിക്കുന്ന പ്രഹസനമൊക്കെ കഴിഞ്ഞിട്ട് മീൻകാരി ചേച്ചിയോട് കുറച്ച് മീനിൻ്റെ കച്ചവടമൊക്കെ നടത്തിയിട്ട് നല്ല അടിപൊളി പുട്ട്, പഴം, പയർ ഇതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഷോ ഓഫിലേക്ക് കിടക്കാമെന്ന് പയ്യെ വിചാരിച്ചു. ഇപ്പോൾ സമയം ഒരു 12:15 ഇത്ര നേരം ഞാൻ എന്താ അടുത്തതെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 10 ആയപ്പോൾ സാരി തേക്കാൻ തുടങ്ങിയതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 11 വരെ ഞാൻ സാരി തേച്ചു. മാത്തിൻ്റെ മുണ്ടും ഷർട്ടും ഒക്കെ തേച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു 11:15 സാരി എടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ സമയം ഒരു 12:15. ഞങ്ങളൊരു 3/4 മണിക്കൂർ എടുത്തു എന്ന് തോന്നുന്നു സാരി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് ആ വിപ്ലവകരമായ സാരി. അപ്പം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് മാത്രം ഫാമിലിയിൽ ഒരു മാമൂസ് ഉണ്ടായിരുന്നു. അപ്പം അതിന് മുമ്പുള്ള ഷോ ഓഫാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എറമ്പി ഒരു സ്ഥലത്തിൻ്റെ പേരാ, വീട്ടുപേരല്ല. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് പോയി കൊച്ചിൻ്റെ മാമോദിസൊക്കെ കൂടി തിരിച്ചു വരുന്ന വഴിക്ക് നേരത്തെ കണ്ട ഗ്രാമഭംഗിയില്ലേ, അത് വീണ്ടും കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, വണ്ടി നിൽക്കട്ടെ. അപ്പോൾ വണ്ടി നിന്നു. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്ന് ആ ഗ്രാമഭംഗി ശരിക്കും അങ്ങ് ആസ്വദിച്ചു. ഇതൊരു ഒറ്റ വഴിയാണ്, അതുകൊണ്ട് മാത്രം വണ്ടി തിരിക്കാണ്ട് പോയേക്കുവാണ്. ഭാര്യ ബ്ലോഗറായിട്ടുണ്ടെങ്കിൽ ഭർത്താവിനുണ്ടാകുന്ന ട്രബിൾസ് അങ്ങനെ ഗ്രാമഭംഗിയൊക്കെ ആവശ്യത്തിന് ആസ്വദിച്ച് എനിക്കിഷ്ടപ്പെട്ട കടയിൽ നിന്ന് ഉള്ളിവടിയൊക്കെ വാങ്ങിച്ച് പിന്നെ കഴിച്ച ഫുഡിനെ കെട്ടിറങ്ങാൻ വേണ്ടിയിട്ട് സോഡ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് സംഭവിച്ചത്. എവിടെ എങ്ങനെയൊക്കെയാ, അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രം ചില പാട്ടൊക്കെ ഓർമ്മ വരും. പക്ഷേ എങ്കിൽ ലിറിക്സ് അറിഞ്ഞുകൂടാത്തോട് മാത്രം ഹമ്മിയും അവസാനം അത് ഇങ്ങനെ എൻ്റെ. അങ്ങനെ സൺസെറ്റിനുള്ള നേരമായി. ഇന്നും സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ചാച്ച തന്നെ ഉണ്ടായിരുന്നു കൂടെ. ചാച്ചന് കൊച്ചിലോട്ട് സൺസെറ്റ് ഇഷ്ടമാണ്. അതെ, അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കോഴിയില്ലാത്ത കോഴിക്കോടിന്റെ തഹജുൽ കമ്മാണ്. അളവെടുത്തതൊക്കെ കൃത്യമായതുകൊണ്ട് ഒരു കല്ലേ പോലും കാല് കൃത്യമായിട്ട് വേണ്ടില്ല. അതുകൊണ്ട് ഇപ്പം എന്നെ കോഴിക്കോട് എയറിലായിരുന്നു. നേരെ ഇരുട്ടെങ്കിലും എയറിലായ കോഴിക്കോടൊക്കെ നേരെയാക്കി ഓടൊക്കെ മേഞ്ഞ് കഴിഞ്ഞിട്ടാണ് പരിപാടിയൊക്കെ അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി പള്ളിപ്പെരുന്നാൾ കൂടി. ദാറ്റ്സ് ഓൾ അബൌട്ട് സൺഡേ.